ഹലോ നമസ്കാരം. അജൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പുറകിലെ കൃഷിസ്ഥലത്തേക്ക് ഒന്ന് പോവാം എന്ന് വെച്ചു. കാരണം കുറേ നാളായി നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് നമ്മളെ പെറ്റ്സിൻ്റെ വീഡിയോസും നമ്മളുടെ ബോഗെയിൻ വില്ലാസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലും അതല്ലാതെയുള്ള വീട്ടിലെ തിരക്കുകളും ഒക്കെ കൂടിയായിട്ട് നമ്മളങ്ങനെ അങ്ങോട്ടൊന്നും അങ്ങോട്ട് പോകാറേ ഇല്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം പറയാൻ വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മിളക് എന്നല്ല മുളകുകൾ എല്ലാം നന്നായി പഴുത്ത് ആകെ ഇതായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ദിവസം കറി വയ്ക്കാനുള്ള അത്യാവശ്യമുള്ളത് ഓടിപ്പോയി പൊട്ടിച്ച് കൊണ്ടുവരും എന്നല്ലാതെ നമ്മളത് പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം മുന്നേ കണ്ട് അമ്മ വന്നപ്പോൾ, ഒരു മാസമല്ല, രണ്ടാഴ്ച മൂന്നാഴ്ച മുന്നേ അമ്മ വന്നപ്പോൾ കുറച്ച് മിളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്ര അധികമാണ്. നമ്മൾ കുറച്ച് അവർക്കും എന്താ പറയുക, നമ്മളെ ഫ്രണ്ട്സും അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഇപ്രാവശ്യം നമ്മൾ കുറേ, അതായത് നമ്മൾ എത്ര മിളകും തൈ സാധാരണ നമ്മൾ 10 മിളകും തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 എണ്ണം കിട്ടുള്ളൂ, ബാക്കി എല്ലാം മുരടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എത്ര എണ്ണം വെച്ചോ അത് മുഴുവൻ പിടിച്ചു. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ചാണ് നമ്മൾ വാങ്ങിച്ചു വെക്കണത്. അപ്പോൾ എല്ലാം പിടിക്കുകയും ചെയ്തു. ഇപ്പോഴും നന്നായി കായ്ക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് പോകുമ്പോൾ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് നമ്മളുടെ കുക്കിയുണ്ട്, മാളുമാണ് നമ്മളുടെ വീഡിയോ എടുക്കണത്. അപ്പോൾ കുക്കീനെ ഇവിടെ നിർത്തിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ആ ചെളിയിൽ മുഴുവൻ, നമുക്കറിയാലോ, മുഴുവനാക്കും. പിന്നെ അത് പോരാതെ നമ്മളുടെ കോഴികളെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മിളകൊക്കെ വലുതായി, ഇപ്പോൾ ഒന്നും ചെറിയ തൈക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോഴികളെ ഇപ്പോൾ കുറച്ച് സമയം, ഞാനുള്ള സമയത്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 6-6:15 ആകുമ്പോഴേക്കും അവർ കയറും. അപ്പോൾ അത്യാവശ്യം അവർക്ക് അവിടെ നടന്ന് അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ തിന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ചിക്കി മാന്തി അതുകൊണ്ടാണ്. അപ്പോൾ മാളൂനാണെങ്കിൽ ഈ കോഴികളെ ഭയങ്കര പേടിയാണ്. അവർ പറന്നു കഴിഞ്ഞാൽ അവൾ അതിനേക്കാളും സ്പീഡിൽ പറക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്, വീഡിയോ എടുത്തു തരാം, പക്ഷേ കോഴികളെ അകത്ത് കയറ്റണം. പക്ഷെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഈ 5 മണി ഇവർ അഴിച്ചിട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവർ കയറാൻ പറഞ്ഞാൽ അവർ കയറുമോ? നമ്മളുടെ നല്ല അനുസരണയുള്ള മക്കൾ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടും അവർക്ക് അകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കുന്നേക്കാളും അവർക്ക് പുറത്ത് നടന്ന് ഈ പുല്ല് തിന്നണതാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അവർ കയറിയില്ല. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നീ ഗേറ്റിൻ്റെ അപ്പുറത്തുനിന്ന് എടുത്താൽ മതി, കുഴപ്പമില്ല, എന്തായാലും എങ്ങനെയെങ്കിലും വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ അവളവിടെ നിന്ന് എടുത്തോളും, ഞാനത് അങ്ങോട്ട് പറിച്ച് അങ്ങനെ അത് പോവാം. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു ലോഡുണ്ട്. ഇത് മുഴുവൻ പറിക്കണമെങ്കിൽ എന്തായാലും ഇത് ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും തീരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പം ഇന്നും നാളെ രാവിലെയും ഒക്കെ കൂടെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ എങ്ങനെയായാലും പറിച്ച് തീരുള്ളൂ. അത് മുഴുവൻ എന്തായാലും വീഡിയോ എടുക്കേണ്ട കാര്യമില്ല, വീഡിയോ കുറച്ചെല്ലാം എടുക്കണ്ടോ. കണ്ടില്ലേ, നമ്മുടെ ആ ഉണ്ടമുളകാണത്. മുന്നത്തെ അത്ര എരിവൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്കത് കളയാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട്, ഈ പൊടി മാത്രം ഇടാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ട്രിപ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അമ്മ വന്നപ്പോൾ ഉണക്കി പൊടിച്ചതായിരുന്നു. പൊടിച്ച് കഴിഞ്ഞിട്ട് ആ പൊടി നമുക്ക് കളറ് കുറവാണ് നമ്മളുടെ മിളകുകൾ. പക്ഷേ നമുക്ക് കറിയിലിട്ട് കഴിഞ്ഞാൽ സെയിം അളവിട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്. ഞാൻ ഒരു ദിവസം ആദ്യമായിട്ട് ഈ പൊടി ഇട്ടു കറി, നമ്മൾ തോരനല്ല ഉപ്പേരി ഉണ്ടാക്കാന്നാണ് നമ്മൾ തൃശ്ശൂരുകാർ പറയാം. കായ ഒക്കെ ഉപ്പേരി വെക്കാം, പച്ചക്കായ. അതിലിട്ട് കഴിയുമ്പോൾ ഭയങ്കര കഴിക്കാനേ പറ്റില്ല. സെയിം പഴയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം മുളക് പൊടി ഇടുന്നതിന് പകരം ഇതിട്ടു, സെയിം അളവ്. പക്ഷെ ഭയങ്കര കൂടുതലായിരുന്നു, ഡബിൾ കൂടുതലായിരുന്നു. അപ്പോൾ ഹാഫ് ഇട്ടാൽ മതി എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കളർ കിട്ടുന്നില്ലേ. പക്ഷെ ഇപ്പം നമ്മൾ കായൊക്കെ ഇങ്ങനെ ഉപ്പേരി, അതായത് പുഴുക്ക്, തോര, എനിക്കറിയില്ല നിങ്ങൾ എന്താ പറയാന്ന്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കളർഫുൾ ആയിരിക്കണമല്ലോ. അപ്പോൾ അത് ആ ചുമപ്പ് കളർ ഉണ്ടല്ലോ, നമ്മളെ ഉള്ളി കാച്ചണ ആ ഒരു കളറ്, അതുണ്ടെങ്കിലാണ് നമുക്ക് ആ കറിക്കൊരു ഭംഗി തോന്നുള്ളൂ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു ഇത് തോന്നണില്ല അതിൽ, ആ പകുതി മിളക് പൊടി ഇടുമ്പോൾ. അപ്പോൾ ഞാൻ മറ്റേ മിളകിൽ കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് പോവാണ്. പക്ഷെ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനും പറ്റില്ലല്ലോ. നമ്മൾ അത്ര എരിവില്ലാത്ത മിളകുകളും ഉണ്ട്, നല്ല എരിവുള്ള മിളകുണ്ട്. ഞാൻ നല്ല എരിവുള്ളൊരു സാധനം കാണിച്ചു തരാം. ഭയങ്കര ഞാനിട്ട് എന്താ പറയുക, അബദ്ധം പറ്റിയൊരു വേറൊരു സാധനമുണ്ട്. പിന്നെ ഞാനിപ്പോൾ പോണത് കണ്ടോ, റംബൂട്ടാനാണ്. നമ്മളുടെ റംബൂട്ടാൻ 3 വർഷം ആയ റംബൂട്ടാനാണ്. ആദ്യമായിട്ട് കായ്ച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആദ്യം തന്നെ ഞാൻ കണ്ടത് ഒരു 2 ആഴ്ച മുന്നാണ്, ഒരു കൊല്ലം പൂ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ കൊലകളൊക്കെ കണ്ടു. ഇത് ഫസ്റ്റ് ഇട്ടതാണ് നല്ല വലിയ നിറയെ ശരിക്കും നമ്മുടെ എന്താ പറയുക വലിയ റംബൂട്ടാനുകളൊക്കെ പൂക്കണ പോലെ വലിയ കൊലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാക്കി ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പം ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് 2 ആഴ്ചയൊക്കെ ആയി തോന്നുന്നുണ്ട്. എഡിറ്റ് ചെയ്യാനും ഇടാനുള്ള സമയം വേണ്ടേ. അപ്പോൾ ഇപ്പോൾ കുറച്ചധികം പൂത്തിട്ടുണ്ട് മുകളിലൊക്കെ. പക്ഷേ ഇപ്പം നല്ല കാറ്റായതുകൊണ്ടും പിന്നെ ഉറുമ്പുകളുടെ ശല്യമുണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കാണും ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും പിന്നെ കായ പിടിക്കാനും പിന്നെ ഈ ഉറുമ്പുകളൊക്കെ പോകാനും അങ്ങനെയൊക്കെ കുറേ പല വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാണ്ട് കറക്റ്റായിട്ടൊരു ഒന്നും കിട്ടാനില്ല. അപ്പം മിളക് എന്ന് പറയണത് ഇപ്പം ആ ഗേറ്റിൻ്റെ അകത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ ഒരു മിളകുണ്ടല്ലേ, ഇത് കമ്മല മിളക് എന്നാ പറയാതിനെ. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചത്. പക്ഷെ നമുക്കറിയില്ല മിളക് ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുന്നു. പക്ഷെ കറക്റ്റ് കൊട്ടക്കമ്മൽ പോലെ അതിൻ്റെ കമ്മൽ. പക്ഷെ എരിവില്ല കേട്ടോ, ഒന്നിനും കൊള്ളില്ല, കാണാൻ തന്നെ പറ്റുള്ളൂ. ഇത് നമ്മളെ ലെൻഡാന. എൻ്റെ അടുത്ത് കുറച്ച് അധികം കളക്ഷൻ കുറേ ഉണ്ടായിരുന്നു എല്ലാ കളറും. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു മഞ്ഞയും. പക്ഷെ ഇത് നന്നായിട്ട് പൂത്ത് നന്നായി നിൽക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് സാധാരണ ചട്ടി വെച്ചാൽ ഇത്ര നന്നാവില്ല. പക്ഷേ ഇത് ഈ ചട്ടിയുടെ അടിയിൽ നിന്ന് ഇത് വേര് താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ റംബൂട്ടാൻ അങ്ങനെ പൂത്തു. അറിയില്ല ഇനി ഈ റംബൂട്ടാൻ എനിക്കിത് നിറയെ പൂക്കണം എന്നൊന്നും വലിയ ആഗ്രഹമില്ല. കാരണം ഫസ്റ്റത്തെ ആണല്ലോ. ഇത് പൂത്ത തന്നെ കായ എങ്ങനെയാണ് എന്നറിയണം, നമുക്കറിയണമല്ലോ. ഇത് N18 ആന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കണത്. ഇത് N8 നമ്മളെ പുതിന കേട്ടോ, അക്വപോണിക്സിൽ നിറയെ ഉണ്ട് പുതിന. എന്ത് ചെയ്യാൻ പറ്റും ഇത്ര അധികം പുതിന? എനിക്കറിയില്ല. കുറച്ചൊക്കെ എന്തെങ്കിലും ചട്നി ചെറുതായിട്ട് ഉണ്ടാക്കാമെന്നല്ലാതെ ഇത്ര അധികം അതങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകും. പിന്നെ കുറച്ച് തക്കാളിയൊക്കെ ഉണ്ട് അക്വപോണിക്സിൽ. പിന്നെ ഇതാണ് നമ്മളുടെ വേറൊരു താരം. ആദ്യമായിട്ട് നമുക്ക് കാബേജ് ഉണ്ടായിട്ട് എത്ര ഉണ്ടായിരുന്നു? 6 ചട്ടിയിൽ കാബേജും 6 ചട്ടിയിൽ കോളിഫ്ലവറായിരുന്നു. കാബേജ് അടിപൊളിയായിട്ടുണ്ടായിട്ട് കോളിഫ്ലവർ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഫ്ലവർ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കുന്നുണ്ട്. വരുമായിരിക്കും, ചിലപ്പോൾ ലേറ്റാണ് ആയിരിക്കാം. ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ അവിടെയുള്ള മുളകുകളാണ്. അതും നമ്മളുടെ ബുള്ളറ്റ് മുളകുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി ഉണ്ടാവുന്നുണ്ട്. ഇവർക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു വളമിട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു റംബൂട്ടാൻ ഇട്ടിട്ടോ, ഒരു N18 കൂടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടായിരുന്നു. അതിനെ മൂടിയിട്ടാണ് നമ്മളുടെ മുളകുകൾ മൊത്തം നിൽക്കണത്. ഇനി മുളകുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അതിനൊന്ന് വെട്ടി പുഷ്ടിപ്പെടുത്താനായിട്ട്. പിന്നെ അടുത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമ്പഴം, മധുര സ്വീറ്റ് അമ്പഴം. അതും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊലകളൊക്കെ ആയിട്ട് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് അത് പൂക്കും, പെട്ടെന്ന് കായ്ക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ നമ്മളുടെ പഴയ മുളകുകളുണ്ടല്ലോ, ഇതെന്തായിരുന്നു കടലാസ് മുളക്, ആ വെള്ള മുളകുകൾ അത് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചട്ടിയിലുള്ള പഴയ നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ മുളകുകൾ അതൊക്കെ ഒരുവിധം കഴിയാറായി. മുരടിച്ച് സിറാമുളക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതിന് ചട്ടി ക്ലീനാക്കി വയ്ക്കണം. ഇനി അടുത്ത സെറ്റ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇല്ല. കാരണം ഇപ്പോൾ തൽക്കാലം നമുക്ക് അറിയാലോ നിറയെ മുളകുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മുളക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാവണ വരെ മുളകുകൾ ഇനി നടുന്നതല്ല. പിന്നെ ഇത് നമ്മളുടെ ക്യാബേജിൻ്റെ കടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇലകൾ മൊത്തം, കാരണം നമുക്ക് ആദ്യമായിട്ടാണ് ഞാൻ ക്യാബേജ് ചെയ്യണത്. അപ്പോൾ ചട്ടിയിലാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെ ഈ ചട്ടി ഫുൾ നിറഞ്ഞിങ്ങനെ ബൊക്കെ പോലെയാണ് ക്യാബേജ് ഇരിക്കണത്, ക്യാബേജിന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാകും. ഇങ്ങനെ പൊക്കി ഒക്കെ വേണം അതിനൊന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ കോളിഫ്ലവർ അങ്ങനെയല്ല, ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടാണ് അതിൻ്റെ ലീഫുകളും കാര്യങ്ങളും. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ചട്ടിയിൽ ഇളക്കി കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കാബേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കണു. പിന്നെ ഞാൻ മറ്റേ സ്ലറിയാണ് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ പിന്നെ അത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ എത്തുകയുമില്ല. കാരണം ഇതുണ്ടല്ലോ നമ്മുടെ ടാങ്കിൻ്റെ ആ സൈഡിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് മുളകുകൾ നമുക്ക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഇതിപ്പോൾ ആ ബുള്ളറ്റ് മുളകുകൾ മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇനി
അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഈ മുളകുകളുണ്ടല്ലോ, ഈ വയലറ്റ് മുളക്, വയലറ്റ് മുളകൊക്കെ നമ്മുടെ കാന്താരിയുടെ പോലെ തന്നെ നല്ല എരിവുണ്ട്. ഇത് മറ്റേ കടലാസ് മുളകോ അങ്ങനെ വൈറ്റ് കളറിലുണ്ടാവണത്. അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, കാന്താരി അല്ലല്ലോ, ചൂനിയ മുളക് എന്നൊക്കെ പറയും നമ്മൾ. ചൂനിയ മുളക് അങ്ങനത്തെ ഒക്കെ പെടും. അപ്പം അതൊന്നും പൊട്ടിച്ചിട്ടില്ല. അതിനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. നമ്മളുടെ ഒരു ചീരമരം ഉണ്ട് ഇവിടെ. ചീരമരം നമ്മളുടെ സുന്ദരി ചീര ഉണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ വെച്ചുണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ വിത്ത് വീണ് അങ്ങനെ മുളച്ചത്. നോക്കിയത് ചീര എന്ന് പറഞ്ഞാൽ ചെടിയൊന്നുമല്ല, അത് മരം പോലെയാണ് ഇരിക്കുന്നത്. അത്രയും നല്ല വലുതായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ തല വെട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിങ്ങനെ നിൽക്കണ കാണുമ്പോൾ എനിക്ക് വെട്ടാൻ തോന്നില്ല. ഞാൻ ഇലകൾ പൊട്ടിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പൊട്ടിച്ച് പിള്ളേർക്ക് മുട്ട ഉണ്ടാക്കുമ്പോൾ കൊത്തിപ്പൊരിക്കുമ്പോൾ അതിലിട്ടിട്ട് ജസ്റ്റ് കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ പ്രധാന പണി. അപ്പോൾ അത് കാരണം ഇലകൾ മതി. ഇതൊരു സ്പെഷ്യൽ മുളകാണ്, മഞ്ഞ ഗുണ്ടുമുളക്. ഇതുണ്ടല്ലോ നെയ്മുളക്. ഇത് ഞാൻ വിചാരിച്ചതിന് എരിവുണ്ടാവില്ല എന്ന്. കാരണം കുറേ നമ്മളതിൽ ഇതുപോലത്തെ മുളകുകൾ ഉണ്ടായിട്ട് ഒന്നിനും എരിവില്ല. പക്ഷേ ഇതൊരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മോരുകറി വെച്ചിട്ട് ഒരൊറ്റ മുളക് കിട്ടുള്ളൂ. കാരണം അതിന് മുന്നേ ഒരു ദിവസം ഞാൻ മുട്ട ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മുട്ട ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല, എരിവ് കൂടിയിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പ്രശ്നമാണ്. എന്നിട്ട് മോരിൽ ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ. പക്ഷെ ആ മോര് എരിവ് കൂടിയിട്ട് പിള്ളേരൊന്നും കഴിച്ചില്ല. അത്രയും നല്ല എരിവുണ്ട്. അതും അതിൻ്റെ ഭയങ്കര നെയ്മുളകിൻ്റെ ആ കുത്ത്, അതാണ് ഈ മഞ്ഞമുളക് ഉണ്ടാവും. മഞ്ഞ ഗുണ്ടു ക്യാപ്സിക്കം പോലെ ഉണ്ട്, അത്രയും വലിപ്പമുണ്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ഇത്രയും മുളകുകൾ നമുക്ക് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളുടെ പറമ്പിൽ ഇപ്രാവശ്യം ഉണ്ടായ വെറൈറ്റീസ് ഓഫ് മുളകുകളാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടാമത്തെ ട്രിപ്പ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നൊന്നും പറഞ്ഞിട്ട് നടന്നൊന്നുമില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിത് പൊട്ടിക്കണത്. അപ്പോഴേക്കും മറ്റേ നമ്മളുടെ മുളകുകളുണ്ടല്ലോ, ബുള്ളറ്റ് മുളകുകൾ നമ്മൾ പൊട്ടിച്ചത്, അതൊക്കെ ഉണങ്ങി ഒരു വിധമായി. ഒരു 3-4 ദിവസത്തെ വെയിൽ കൊണ്ടപ്പോഴേക്കും കണ്ടില്ലേ, നന്നായി അത് ഇതായി. ഇതുകളാണ് നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, വെറൈറ്റി മുളകുകൾ. ഇത് നമ്മളുടെ നോർമൽ ഇതല്ല, ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ, ആ കമ്മൽ മുളക് കണ്ട, ശരിക്കും നമ്മളുടെ ലേഡീസിൻ്റെ കൊട്ടക്കമ്മൽ പോലെ ആണ്. പിന്നെ ഇത് നമ്മളുടെ മറ്റേ കടലാസ് മുളക്, വൈറ്റ് കളറാവും. അത് കഴിഞ്ഞിട്ട് അത് പഴുക്കുമ്പോൾ റെഡ് കളറാവും, അങ്ങനത്തെ. പിന്നെ ഇത് നമ്മളുടെ വയലറ്റ് മുളക്, ഗുണ്ടുമുളക്, അങ്ങനത്തെ മുളക്. പിന്നെ ഉള്ളത് നമ്മളെ കടലാസ് മുളകിൻ്റെ പോലെ തന്നെ, അതൊരിത്തിരി കുറച്ചും കൂടെ വലുതാണ്. കടലാസ് മുളക് ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഇത് വയലറ്റ് മുളക് നീളത്തിലുള്ളത്, മറ്റേത് കുഞ്ഞി ഉണ്ടമുളകായിരുന്നു. ഇത് നമ്മളുടെ കാന്താരി, നോർമൽ കാന്താരി ഇല്ലേ, പച്ചക്കാന്താരി, കുഞ്ഞി ഇത്. പിന്നെ ഇത് നമ്മളുടെ ക്യാപ്സിക്കം പോലത്തെ മുളക്, നെയ്മുളക്, നല്ല എരിവാണ്. പിന്നെ ഉള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഇത് നമ്മളുടെ ബുള്ളറ്റ് മുളക്, നമ്മൾ സാമ്പാർ മുളക് എന്നൊക്കെ പറയണത്, അതിന് അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ഇതും നമ്മളുടെ ഒരു നെയ്മുളകാണ്. ഇതിന് പക്ഷേ മഞ്ഞമുളകിൻ്റെ അത്ര ഇതില്ല, അത് അതിൻ്റെ പച്ചയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ നോർമൽ നമ്മൾ കറിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകുണ്ടല്ലോ, സിറാമുളകാണോ അത്, സിറാമുളകാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും വെറൈറ്റീസ് ഓഫ് മുളകുകൾ നമ്മളുടെ പറമ്പിൽ ഇപ്രാവശ്യം ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇത്ര അധികം. ഇപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കിയാൽ ഇത് പൊടിപ്പിച്ചാൽ എത്ര ഉണ്ടാവും. ഇനിയും ഇത്ര തന്നെ നിൽക്കുന്നുണ്ട് പൊട്ടിക്കാനായിട്ട്, പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ഹാർവെസ്റ്റ് ആയിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ പോകാൻ വില്ല. നന്ദി, നമസ്കാരം.